പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്യുന്ന അമലുകൾക്കെല്ലാം അള്ളാഹു അനേകം ഇരട്ടി പ്രതിഫലം നൽകുന്നുണ്ട്. റസൂല് പറഞ്ഞു 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ അള്ളാഹു നമ്മുടെ അമലുകൾക്ക് പ്രതിഫലം നൽകുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് ഇല്ല സൗമ എന്നാണ്, നോമ്പൊഴികെ എന്നാണ്. നോമ്പിന് അള്ളാഹു എന്തെങ്കിലും പ്രതിഫലമല്ല നൽകുന്നത്. നോമ്പിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഫ ഇന്നഹു ലീ വ അന അജിസി ബിഹി, നോമ്പ് എനിക്ക് വേണ്ടിയാണ്, എന്നെ കിട്ടാൻ വേണ്ടിയാണ് നോമ്പ് അവരനുഷ്ഠിക്കുന്നത്, ഞാനാണ് അതിൻ്റെ പ്രതിഫലം. യദഉ ഷഹുവത്തഹു വ ത്വആമഹു മിൻ അജ്ലി, എന്നെ കിട്ടാൻ വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ് അവരുടെ ഇച്ഛകളെയും ആഹാരത്തെയും ഒക്കെ ഉപേക്ഷിക്കുന്നത്. നോമ്പിൻ്റെ യഥാർത്ഥ പ്രതിഫലം അള്ളാഹുവാണ്. അള്ളാഹുവിനെ കിട്ടുക എന്നുള്ളതാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറ്റൊന്നുമല്ല. മറ്റെല്ലാ പ്രതിഫലവും ചെറുതാണ്. അത് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കുന്നതാണ്. പക്ഷേ നോമ്പിൻ്റെ പ്രതിഫലം അള്ളാഹുവെ കിട്ടുന്നു എന്നുള്ളതാണ്. അള്ളാഹു പറഞ്ഞു ലിസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്തിരിഹി, അവൻ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ഒരു സന്തോഷമാണ്. അത് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ ഒരു കുളിർമയാണ്. എന്നാൽ മറ്റൊരു സന്തോഷമുണ്ട്, അതാണ് വലിയ സന്തോഷം. വ ഫർഹത്തുൻ, മറ്റൊരു സന്തോഷം ഇൻദ ലിഖാഇ റബ്ബിഹി, അവൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴാണ്. നോമ്പിലൂടെ ഒരാൾ അയാളുടെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷവാനാകുന്നത്. അന്നപാനീയങ്ങളും ശരീരച്ചകളും ഒക്കെ അനുവദനീയമാകുമ്പോഴുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ ആസ്വാദനത്തെക്കാളൊക്കെ എത്രയോ ഇരട്ടിയാണ് അള്ളാഹുവിനെ തന്നെ നേരിട്ട് കാണുമ്പോഴുള്ള ആസ്വാദനം. നോമ്പിലൂടെ കരസ്ഥമാക്കേണ്ടത് അതാണ്. അള്ളാഹുവിനെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പലതും ഉപേക്ഷിക്കേണ്ടത്. അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു, ശരീരച്ചകളെ വെടിയുന്നു, അങ്ങനെ പലതും ഉപേക്ഷിച്ച് സംസാരം കുറച്ച് നമ്മളങ്ങനെ ക്ഷീണിതരായി, നമ്മുടെ അഹങ്കാരവും ഉശിരുമെല്ലാം വാടി, നമ്മളങ്ങേയറ്റം തളർന്ന് നമ്മളിലേക്ക് ചുരുങ്ങി നമ്മളുടെ എസൻസിനെ കണ്ടെത്തുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. നോമ്പെടുത്തത് കൊണ്ട് മാത്രമായില്ല, നോമ്പെടുത്ത് നമ്മൾ സ്വായിമീങ്ങളാകണം. സ്വൗമ് എന്നുള്ളത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കയറണം. നമ്മൾ അള്ളാഹുവിന് വേണ്ടി എല്ലാം വെടിയാൻ സന്നദ്ധരാകണം. അങ്ങനത്തെ സ്വായിമീങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹു റയ്യാനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റുബ്ബ സ്വായിമിൻ ഹല്ലുഹു മിൻ സിയാമിഹി അൽ ജുഅ വൽ അതഷ്, എത്ര നോമ്പുകാരുണ്ട്, അവരുടെ ദാഹവും വിശപ്പും അല്ലാതെ അവർക്ക് എന്താണ് അവശേഷിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തന്നെ കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ നോമ്പെടുക്കണം. അതൊരു കാട്ടിക്കൂട്ടലാകാൻ പാടില്ല. ഒരുപാട് പ്രതിഫലം വാരിക്കൂട്ടണമെന്ന് കരുതി കുറേ അമലുകൾ ചെയ്തതുകൊണ്ടും കാര്യമില്ല. നോമ്പായിക്കഴിഞ്ഞാൽ പല ആളുകളും ചെയ്യുന്നത് അതാണ്. നോമ്പിനെ ഒരു ഓഫർ സീസൺ പോലെയാണ് കാണുന്നത്. ആ സീസണിൽ നമുക്കൊരുപാട് പ്രതിഫലം വാരിക്കൂട്ടാം എന്ന പ്രതീക്ഷയിലാണ് ഒരുപാട് അമലുകൾ ആളുകൾ ചെയ്യുന്നത്. പക്ഷേ കയ്യിൽ വാങ്ങാൻ ഒന്നുമില്ലാത്ത ആളുകൾക്ക് എത്ര ഓഫർ നൽകിക്കഴിഞ്ഞാലും അത് ഉപകാരപ്പെടില്ല. അതുകൊണ്ട് റബ്ബിനെ സമ്പാദിക്കാൻ, റബ്ബിൻ്റെ പൊരുത്തത്തെ സമ്പാദിക്കാൻ കഴിയാത്ത ആളുകൾ നോമ്പുകാലം ഉപയോഗപ്പെടുത്തേണ്ടത് അള്ളാഹുവിനെ മനസ്സിലാക്കാനും അവനിലേക്ക് അടുക്കാനുമാണ്. അതവൻ്റെ പരിശുദ്ധ കിതാബിലൂടെ വളരെയധികം സാധിക്കുന്നതാണ്. പക്ഷെ അപ്പോഴും കിതാബിനെ നമ്മൾ നല്ലോണം ശ്രവിക്കണം. ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊൻ എന്നാണ് അള്ളാഹു പറയുന്നത്. നല്ലോണം കേൾക്കുന്ന ആളുകളാണ് ഉത്തരം നൽകുക. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു എന്താണ് പറയുന്നത് എന്ന് നല്ലവണ്ണം ശ്രവിക്കുന്ന ആളുകളാണ് അള്ളാഹുവിന് ഉത്തരം നൽകുന്നത്. ചെവി കൊടുത്ത് നല്ലോണം ശ്രവിക്കാതെ വേഗത്തിൽ കുറേ പ്രതിഫലം വാരിക്കൂട്ടണം എന്ന ആഗ്രഹത്തോടെ മാത്രം ഓതിപ്പോകുന്ന ആളുകൾക്ക് അള്ളാഹുവിന് ഉത്തരം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ചെയ്യുന്ന അമലുകൾ വളരെ കുറവാണെങ്കിലും, ഓതുന്നത് വളരെ കുറച്ചാണെങ്കിലും, രാത്രിയിലെ നിസ്കാരം കുറഞ്ഞ അളവിലാണെങ്കിലും അത് നല്ല മനസാന്നിധ്യത്തോടെ നല്ലവണ്ണം അള്ളാഹുവിനുള്ള ദിക്റോടുകൂടെ നിർവഹിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നോമ്പിലൂടെ നോമ്പുകാരായി മാറാനും അതുവഴി റയ്യാൻ എന്ന വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളാകാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.